റിപ്പീറ്റ് ചെയ്യുന്ന ഒരുവിധ ആൾക്കാർ ഒരു പരിപാടിക്കും പോകാതെ ഇപ്പൊ കല്യാണം എന്തുണ്ടെങ്കിലും നമ്മൾ ഒന്നിനും പോവാതെ ഇരുന്ന് ഒരു വർഷം പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എൻജോയ്മെന്റ് വേണ്ടതെന്ന്. പക്ഷെ അതിനൊക്കെ ഇവിടെ ഒന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ കോമ്പൻസേറ്റ് ചെയ്യും. പൊതുവേ ഉള്ളത് അപ്പൊ ലൈക്ക് NITs എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചു വരുന്നില്ല, അപ്പൊ എല്ലാവരും പഠിപ്പീസ് അങ്ങനത്തെ ഒരു മൂഡായിരിക്കും. പക്ഷെ അല്ല, എല്ലാവരും പല കഴിവുള്ള ഇപ്പൊ ഇവിടെ കുറെ ക്ലബ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഓരോ പരിപാടിയിലും ഇപ്പൊ ഡാൻസിന്റെ പാട്ട് ഓരോ ക്ലബ്ബൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ പരിപാടിയിലും കഴിവുള്ള ആൾക്കാരാണ്. സാർമാരെ ക്ലാസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല തമാശ പറഞ്ഞു പാട്ടൊക്കെ പാടി ചില്ലായിരിക്കും. നമുക്ക് അങ്ങനെ പഠിക്കും അങ്ങനെ പ്രഷർ അങ്ങനെയല്ല, എന്നാൽ ലൈക് പഠിക്കുന്ന ടോപ്പിക്സ് പഠിക്കുകയും ചെയ്യും, അതിന്റെ ഒപ്പം ഒരു എന്റർടൈൻമെന്റും ഉണ്ടാവും. ഹായ് എവരിവൺ, കാലിക്കറ്റ് NIT ഏതൊരു എഞ്ചിനീയറിംഗ് ആസ്പിറന്റിന്റെയും സ്വപ്ന ക്യാമ്പസ് ആണ്. നമ്മുടെ സൈന്യത്തിലെ ധീര ഓൺലൈൻ ബാച്ചിൽ പഠിച്ച് ആ സ്വപ്നം നേടിയെടുത്ത അശ്വതിയാണ് എൻ്റെ കൂടെയുള്ളത്. അശ്വതിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാലിക്കറ്റ് NITയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അശ്വതിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോഴത്തെ NIT ലൈഫിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബ്രാഞ്ചിനെ കുറിച്ച് പറയാനുണ്ട്. സോ നമുക്ക് അശ്വതിയോട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചെടുക്കാം. ഹായ് അശ്വതി. ഹായ് സർ. അപ്പോൾ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സ്വപ്നതുല്യമായ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് കഴിഞ്ഞ വർഷം നമ്മള് അത്രയും ബുദ്ധിമുട്ടി ലാസ്റ്റ് നമ്മുടെ സ്വപ്നം അച്ചീവ് ചെയ്യുമ്പോഴുള്ള സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഭയങ്കര പഠിത്തം മാത്രമായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു കോളേജ് ലൈഫ് അടിപൊളിയാണ്. അതിനൊരു റിസൾട്ട് കിട്ടിയല്ലോ അല്ലെ നമുക്ക്? തീർച്ചയായിട്ടും. അപ്പൊ എന്തുണ്ട് NIT ക്യാമ്പസ് ഒക്കെ? ക്യാമ്പസിനെ കുറിച്ച് പറയാണെങ്കിൽ കുറെ പറയാനുണ്ട്. ബിക്കോസ് ക്യാമ്പസ് അടിപൊളിയാ. ഒന്നാമത് നമുക്ക് അറിയുന്ന പോലെ 300 ഏക്കർ ക്യാമ്പസാ. ഇപ്പൊ നമ്മൾ വന്നിട്ട് 2-3 മാസമായി, ഇനിയും ഫുൾ ക്യാമ്പസ് കണ്ടു തീർത്തിട്ടില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഈസ്റ്റ് ക്യാമ്പസ്, വെസ്റ്റ് ക്യാമ്പസ്, സൗത്ത്, നോർത്ത് പറയുമ്പോൾ തന്നെ കുറച്ച് സ്ഥലത്ത് പോയിട്ട് അതെ കുറച്ച് സ്ഥലത്ത് പോയിട്ടുണ്ട്, കുറച്ച് സ്ഥലത്ത് പോയിട്ടില്ല. അപ്പൊ ലൈക്ക് ഫുള്ളി പൊളിയാ. പിന്നെന്താ, ഫുൾ ഗ്രീനറിയാ. അപ്പൊ തന്നെ നമ്മളിങ്ങനെ ക്യാമ്പസിൽ കയറുമ്പോ തന്നെ നേച്ചർ ഫുൾ, അപ്പൊ തന്നെ നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ഒരു നല്ല ശുദ്ധവായു കിട്ടും. കാരണം നമ്മള് കോഴിക്കോട് ടൗൺ അല്ലെങ്കിൽ കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോ ഒരു എന്താ പറയാ ഇൻഡസ്ട്രി എന്നല്ല, മൊത്തത്തിൽ ഒരു മേ ബി പൊല്യൂട്ടഡ് എയർ ആവാനാണ് സാധ്യത, അത്രയും വാഹനങ്ങളൊക്കെ ആയിട്ട് അല്ലെ. കുറച്ച് ബിസിയാണ് ലൈക് ആൾക്കാർ. ഇപ്പൊ നമ്മൾ ടൗണിലേക്ക് പോകുമ്പോ ഫുൾ ബ്ലോക്കും അങ്ങനെ. പക്ഷെ ഇവിടെ ഭയങ്കര ശാന്തമായി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയി. ഇത് ക്യാമ്പസ് എന്ന് പറയുമ്പോ ഒരു വേറെ ലോകം മാതിരിയാ. കോഴിക്കോടാണെങ്കിലും അവിടുന്ന് മാറി ഒരു 300 ഏക്കർ വേറെ ഒരു ലോകം പോലെ. അവിടെയുള്ള പിള്ളേരും ഫാക്കൽറ്റീസും എല്ലാരും അവിടെ തന്നെ റെസിഡന്റ് ആയിട്ട് ഹോസ്റ്റലിൽ തന്നെ നിന്ന് നൈസാ. മകളെ അശ്വതിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. കാരണം അശ്വതിക്ക് ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പസിനെ കുറിച്ച് പറയാണ്ട്, എല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റാത്ത ആ മുഖത്തെ ഒരു അല്ലെ എന്താ പറയാ ജിജ്ഞാസ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വഴിയെല്ലാം പറയാം അല്ലെ. അപ്പൊ നമ്മുടെ സ്കൂൾ ലൈഫ് അല്ലെ, നമ്മുടെ +2 വരെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നീട് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചിട്ടുണ്ട് അല്ലെ, സൈരത്തില് 1 വർഷം ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോ കാരണം ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് വലിയൊരു ലോകത്തിലേക്ക് എത്തുന്ന സമയത്ത് ടോട്ടലി വർത്ത് ഇറ്റ് ആണ്. നമ്മൾ ആ ഒരു വർഷം സാക്രിഫൈസ് ചെയ്ത് ലൈക്ക് നമ്മൾ ഫുള്ളി പഠിത്തായിരിക്കും. ബിക്കോസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരുവിധ ആൾക്കാർ ഒരു പരിപാടിക്കും പോകാതെ ഇപ്പൊ കല്യാണം എന്തുണ്ടെങ്കിലും നമ്മൾ ഒന്നിനും പോവാതെ ഇരുന്ന് ഒരു വർഷം പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എൻജോയ്മെന്റ് വേണ്ടതെന്ന്. പക്ഷെ അതിനൊക്കെ ഇവിടെ ഒന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ കോമ്പൻസേറ്റ് ചെയ്യും. ബിക്കോസ് ഇപ്പൊ നമ്മൾ 2 മാസത്തിനുള്ളിൽ തന്നെ കുറെ പരിപാടികൾ കഴിഞ്ഞു. എന്തൊക്കെ പരിപാടികളൊന്നും കൂടി ഓർമ്മയില്ല. കാരണം ഓരോ ദിവസം ഓരോ പരിപാടി പറഞ്ഞാൽ മതി. ചെറിയ ഇവന്റ്സ് ആയിരിക്കും, പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം പിന്നെ ഇവിടെ നമ്മുടെ കുറെ ഫ്രണ്ട്സ് നമുക്ക് വരുമ്പോ തന്നെ പെട്ടെന്ന് കണക്ട് ആവും. എല്ലാവരും ഒരുവിധം പെട്ടെന്ന് മിങ്കിൾ ആവുന്ന ടൈപ്പ് പൊതുവേ ഉള്ളത്. അപ്പൊ ലൈക്ക് NITs എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചു വരുന്നില്ല, അപ്പൊ എല്ലാവരും പഠിപ്പീസ് അങ്ങനത്തെ ഒരു മൂഡായിരിക്കും. പക്ഷെ അല്ല, എല്ലാവരും പല കഴിവുള്ള ഇപ്പൊ ഇവിടെ കുറെ ക്ലബ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഓരോ പരിപാടിയിലും ഇപ്പൊ ഡാൻസിന്റെ പാട്ട് ഓരോ ക്ലബ്ബൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ പരിപാടിയിലും കഴിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. മൊത്തത്തിൽ അടിപൊളിയാണ്. അതായത് 2 മാസമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാലഘട്ടത്തില് പിന്നെ ഈ പ്രോഗ്രാംസ് ഒക്കെ അല്ലെ ഇതുപോലത്തെ നമ്മുടെ പേഴ്സണൽ ലൈഫ് സന്തോഷം തരുന്ന എല്ലാ പ്രോഗ്രാംസും ഒഴിവാക്കി റിപ്പീറ്റ് ചെയ്ത് അല്ലെ. നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് മക്കളെ ലൈഫ് അല്ലെ. അടിപൊളി ലൈഫാണ് അല്ലെ. പിന്നെ അതേപോലെ അക്കാഡമിക്സിന്റെ കാര്യത്തിലേക്കാണ്, അതും അടിപൊളിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് എപ്പോഴും സാറന്മാരെ പറയുന്നത്, പഠിക്കൂ. ഇപ്പൊ കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് അടിപൊളി ലൈഫ് നമ്മുടെ മുമ്പിലേക്ക് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മളെല്ലാം സാക്രിഫൈസ് ആണ്, ഇതിനേക്കാളും അടിപൊളി രസകരമായ ക്യാമ്പസ് ലൈഫ് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അടുത്തത് നമ്മൾ സൈരത്തിലാണ് റിപ്പീറ്റ് ചെയ്തത് അല്ലെ. എങ്ങനെ ഉണ്ടായിരുന്നു റിപ്പീറ്റിംഗ് കാലഘട്ടമൊക്കെ? ബേസിക്കലി റിപ്പീറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഹെക്ടിക് ആയിരിക്കുന്നതാണ്. ഹെക്ടിക് ആയിരുന്നു. എന്നാൽ തന്നെ സൈലത്തിലായതുകൊണ്ട് നമുക്ക് ലൈക്ക്
ക്ലാസ്സസ് ആണെങ്കിലും ഇപ്പം RF ആണെങ്കിലും അയ്യോ എനിക്കിട്ടും പറഞ്ഞു സാർമാരെ ക്ലാസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല തമാശ പറഞ്ഞു പാട്ടൊക്കെ പാടി ചില്ലായിരിക്കും. നമുക്ക് അങ്ങനെ പഠിക്കും അങ്ങനെ പ്രഷർ അങ്ങനെയല്ല, എന്നാൽ ലൈക് പഠിക്കുന്ന ടോപ്പിക്സ് പഠിക്കുകയും ചെയ്യും, അതിന്റെ ഒപ്പം ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രഷറൈസ് ആയി പഠിക്കലില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഹെക്ടിക് ആയിരുന്നില്ല. എന്നാൽ നമ്മൾ ഫുള്ളി പഠിത്തം കൂടുതൽ ഫോക്കസ് ചെയ്യണല്ലോ. അതിന്റെ ഒറ്റ വാക്കി പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പഠിച്ചു അല്ലെ. അതായത് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് അതാണ് അല്ലെ, നമ്മള് പിന്നെ റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുക കൂടുതലായിട്ടും വർക്ക് ചെയ്യുക അല്ലെ. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ക്രാക്ക് ചെയ്ത ആളാണ് അശ്വതി അല്ലെ. അപ്പോ ഇനി അടുത്തത് അശ്വതി ഏത് ബ്രാഞ്ചാ പഠിക്കുന്നത്? ട്രിപ്പിൾ അല്ലെ. ട്രിപ്പിളിന്റെ ഫുൾ ഫോം ഓക്കെ അല്ല, കുട്ടികൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. യെസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. എങ്ങനെയുണ്ട് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ? ബ്രാഞ്ച് ഒക്കെ നല്ല. നമുക്കിപ്പം കരിക്കുലം വരെ തൊട്ട് ഇപ്പൊ തൊട്ട് നമ്മള് ഫസ്റ്റ് സെം തൊട്ട് തന്നെ നമ്മൾ കോർ ബ്രാഞ്ചസ് ഒക്കെയാ പഠിക്കുന്നത്. ഇങ്ങനെ CFL, ട്യൂബ്ലൈറ്റിന്റെ ഒക്കെ സർക്യൂട്ടും കത്തിക്കലൊക്കെ. അതല്ല, അതായത് നമ്മള് ഇത്രയും കാലം കണ്ട സാധനങ്ങൾ എന്താണ് അതിന്റെ വർക്കിംഗ് അല്ലെ, അത് പൊതുവെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, നമ്മളിങ്ങനെ വയറൊക്കെ ചുറ്റി കത്തിക്കൽ യഥാർത്ഥത്തിലുള്ള എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ ഒഴുക്കിൽ വന്നതല്ല അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാണുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ മക്കളെ ഇവിടെ പറഞ്ഞ വെറും പഠിത്തം മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇപ്പൊ തത്വം കഴിഞ്ഞിരിക്കണം, രാഗം വരാൻ വേണ്ടി പോകുന്നുണ്ട്, എൻജോയ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുകയാണ് അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ. അത് നമ്മൾ പറഞ്ഞ ഇപ്പൊ ഇവന്റ്സ് എന്ന് പറഞ്ഞല്ലോ, ചെറിയ ചെറിയ ഇവന്റ്സ് ഒക്കെ നടത്തുന്ന ഓരോ ക്ലബ്ബുകളാണ്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് ഇൻഡക്ഷൻ തുടങ്ങുന്നേ ഉള്ളൂ. MC-യുടെ ഒക്കെ മ്യൂസിക് ക്ലബിന്റെ ഒക്കെ ഇൻഡക്ഷൻ കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോ നമുക്ക് നവംബർ 1 തൊട്ട് ഡാൻസിന്റെ മൈമ സ്ട്രീറ്റ് അങ്ങനെ ഓരോന്നിന്റെ ഇൻഡക്ഷൻസ് ആണ്. ഇവിടെ എല്ലാത്തിനും ക്ലബ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ ചെസ്സിന് എല്ലാം, ചെസ്, ഡാൻസ്, പാട്ട്, പിന്നെ സ്കിറ്റുകള്, പിന്നെ ഫാഷൻ ഷോ, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, റോബോട്ടിക്സ്, അങ്ങനെ കുറെ ക്ലബ്സ് ഉണ്ട്. എത്ര ക്ലബ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ല. ബിക്കോസ് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന് ക്ലബ് ഉണ്ടാവും. ആ പറഞ്ഞ പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ക്ലബ് ഉണ്ടാവും, അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പുതിയ കഴിവുണ്ടാക്കാനും അതിനും നമുക്ക് ഇവിടെ വന്നാൽ പറ്റും. അല്ല, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പുതുതായിട്ട് ഇവിടെ എന്തെങ്കിലും പുതിയൊരു ക്ലബ്ബ് തുടങ്ങണം എന്ന് അശ്വതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏത് ക്ലബ് ആയിരിക്കും തുടങ്ങും? ഞാനിപ്പോ ആലോചിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഓൾറെഡി ക്ലബ് ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാത്തിനും ക്ലബ് ഉണ്ട്. ഇനി പ്രത്യേകിച്ച് തുടങ്ങാനായിട്ട് ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും അല്ലെ, ആലോചിച്ചിട്ട് പിന്നെ പറയാം അല്ലെ. അതായത് മക്കളെ അശ്വതി പറഞ്ഞു വരുന്നത് നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ, നമുക്ക് പാട്ട് പാടാൻ കഴിവുണ്ടോ, ഡാൻസ് കളിക്കാൻ കഴിവുണ്ടോ അല്ലെ, അതേപോലെ തന്നെ കോർഡിനേഷന്, ഫാഷൻ എന്തായിക്കോട്ടെ, എഴുതാൻ കഴിവുണ്ടോ, എല്ലാത്തിലും നമ്മുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ നമുക്കിവിടെ ക്ലബ്ബുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചിലപ്പോ നമ്മുടെ പഠനത്തിന് വേണ്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെച്ചാൽ അതൊന്നും എന്താവില്ല, വെറുതെ ആവില്ല, നമുക്ക് അതൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പറഞ്ഞ ഈ പ്രീമിയർ കോളേജുകളൊക്കെ എത്തിച്ചേരാൻ വേണ്ടി പറയുന്നത് അല്ലെ. കാരണം ഇവിടെ നമ്മള് ദ ബെസ്റ്റ് അശ്വതിയാണ് പുറത്തുവിടാം, അല്ലെങ്കിൽ ദ ബെസ്റ്റ് പിന്നെ എന്താ പറയാ നമ്മുടെ കൂടെ ആരൊക്കെയുള്ള അഭിരാജ്, അല്ലെങ്കിൽ ദ ബെസ്റ്റ് എക്സെട്രാ സഫ്വാൻ അല്ലെ, ആണ് പുറത്തേക്ക് വിടാം, ശരിയല്ലേ അല്ലേ അശ്വതി? തീർച്ചയായും. നമ്മൾ ഈ 4 വർഷം കൊണ്ട് വരുമ്പോഴേക്കും ഇപ്പൊ തന്നെ 3-4 മാസം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളിവിടെ ഡാൻസിനൊക്കെ കോർഡിനേഷൻ, ഡാൻസ് നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ മൊത്തം നമ്മുടെ ഒരു ബ്രാഞ്ചൊക്കെ ആകുമ്പോൾ മൊത്തം ബ്രാഞ്ചിനെ ഓർഗനൈസ് ചെയ്ത് നമ്മളെല്ലാരും വിളിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ സ്കിൽസ് ഒക്കെ വർദ്ധിക്കും. ലൈക്ക് ഞാൻ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ഇയർ ആയതുകൊണ്ട് ഡാൻസിനൊന്നും പോകാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എന്റെ ഓർമ്മ ശരി 4 പ്രോഗ്രാം കഴിഞ്ഞു, ഡാൻസിന്റെ മാത്രമായിട്ട് 4 ഡാൻസ് പ്രോഗ്രാമുകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അപ്പൊ ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം പറ്റാത്തൊക്കെ ഇവിടെ വന്ന് 2 മാസം കൊണ്ട് തന്നെ വന്ന് 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ തന്നെ 4ഓളം പ്രോഗ്രാംസ് കഴിഞ്ഞു, ഡാൻസ് മാത്രമായിട്ട്. കുഴപ്പമില്ല, പഠിത്തം ഇവിടെ നിർത്തണ്ട. അതായത് PG ഒക്കെ നമുക്ക് അടുത്ത IIT-കളിലൊക്കെ പോയി പഠിച്ച അടിപൊളിയായിട്ട് എന്താ ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലെ. നമ്മള് പിന്നെ നമ്മുടെ ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെ ഇവിടെ കാണുന്നുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് മോൾക്ക് നമ്മുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാം. ബിക്കോസ് നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നും കുറേ ആയി പഠിക്കുന്നത്, ഇതൊക്കെ റിസൾട്ട് ഉണ്ടാവുമോ എന്നൊക്കെ. നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്താൽ എങ്ങനെ പോലും നിങ്ങൾക്ക് ഫ്യൂച്ചർ അതിനുള്ള റിസൾട്ട് കിട്ടും. പിന്നെ കുറേ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും, ഡിമോട്ടിവേഷൻ തോന്നും, ചിലപ്പം റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നോ ചുറ്റുപാടുള്ള നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും അതുപോലത്തെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വയ്ക്കുക. ബിക്കോസ് ഇങ്ങനെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ലൈക്ക് ഇവിടെ NIT ആവട്ടെ, IIT ആവട്ടെ, എവിടെയാണെങ്കിലും ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ലൈഫ് ടോട്ടലി അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിനൊന്നും ചേർന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സൈലത്തിലേക്ക് തന്നെ വരിക. ബിക്കോസ് ഞാൻ അന്ന് സൈലം ചൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം സൈലത്തിലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും. ബിക്കോസ് നമുക്കൊരു ക്ലാസ് എടുക്കുകയാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. പിന്നെ എന്റർടൈനിങ് ആയിരിക്കും. അതുപോലെ നമ്മുടെ മെറ്റീരിയൽസ് ആയാലും പിന്നെന്താ എല്ലാം ബേസ് മുതലായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
വേറെ സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടി ലൈക്ക് നമ്മൾ പഠിച്ചത് മുതൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ള രീതിക്കായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേസിക് ഡൗട്ട്, ലൈക്ക് ഒരു +1 +2 ഡൗട്ട് ആണെങ്കിൽ പോലും നമ്മുടെ ഫാക്കൽറ്റീസ് അത് ഇരുന്ന് നമുക്ക് പറഞ്ഞ് അത് ക്ലിയർ ആക്കിയിട്ടേ അടുത്തതിലേക്ക് പോകുള്ളൂ. സോ ഫ്രം ബേസ് ടു എന്താ പറയാ ടോപ്പ് വരെ നമുക്ക് അതെ ഫ്രം റൂട്ട് ടു എപെക്സ് വരെ നമ്മളെ പെർഫെക്റ്റ് ആക്കി തരും. സോ പറഞ്ഞോളൂ, സൈലം തന്നെ ചൂസ് ചെയ്യണം. അതുപോലെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ അതിനുള്ള റിസൾട്ട് കിട്ടും. ഡെഫിനറ്റ്ലി. അപ്പൊ അതാണ് മക്കളെ, അശ്വതി ഇപ്പൊ ഒരുപാട് നേരം സംസാരിച്ചു. അപ്പൊ പലപ്പോഴും അശ്വതി സംസാരിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എന്താ പറയാ ഗൂസ് ബംസ്, ഞാൻ തമാശ പറഞ്ഞതല്ല, വരികയായിരുന്നു. അപ്പൊ നിങ്ങളും അതേപോലെ അടുത്ത വർഷങ്ങൾ NIT അല്ലെങ്കിൽ IIT പോലെയുള്ള ക്യാമ്പസുകളിലേക്ക് വന്നു കഴിഞ്ഞ് ഇതേപോലെ നിങ്ങളുടെ ഈ ക്യാമ്പസുകളിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇതേപോലെ നമുക്ക് വീഡിയോ എടുക്കണം, ഇനി വരുന്ന കുട്ടികൾക്ക് മോട്ടിവേറ്റ് ചെയ്യണം. അപ്പം അശ്വതി പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ്. നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അത്ര ഹാർഡ് വർക്ക് ചെയ്തോ ഡെഫിനറ്റ്ലി അല്ലെ, നമ്മുടെ ഉദ്ദേശശുദ്ധി അടിപൊളിയാണെങ്കിൽ അല്ലെ, നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലത്തെ ഒരു ക്യാമ്പസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. സോ വീണ്ടും കാണാം. ബൈ ബൈ.